റിയാസ് തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മണിക്കൊഴുക്കട്ടയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടത് 2 കപ്പ് അരിപ്പൊടി, അതായത് പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ എടുക്കാം. 2 കപ്പ് എടുക്കണം. നിങ്ങൾ ഏത് അളവാണ് എടുക്കണം, നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പാണെന്ന് വെച്ചെങ്കിൽ ആ കപ്പിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കാം. അതേ അളവിന് തന്നെ നമ്മൾ വെള്ളം എടുക്കണം. അതേ അളവിനെ നമ്മൾ അരി എടുത്ത കപ്പിൻ്റെ അളവിനെ നമ്മൾ 1.5 കപ്പ് വെള്ളം കൂടി എടുക്കണം. എന്നിട്ട് ഒരു പാനിലേക്ക് അത് ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൽ ഉപ്പൊക്കെ ഇതിനോട് ചേർന്നിട്ടിരിക്കണം. എന്നിട്ട് നമുക്ക് പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുറുക്കിയിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ തീയെ. കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം, കാരണം അല്ലെങ്കിൽ മാവ് അവിടെ ഇവിടെയായിട്ട് കട്ട കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിന് പലഹാരം കഴിക്കണവരുണ്ട്, അങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ പാനിൽ നിന്ന് മാവ് വിട്ടുവരും, അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇത്രയായാൽ മതി. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് അത് കുഴച്ചെടുക്കാം. അപ്പോൾ അതേ ഞാൻ അടുപ്പത്തുനിന്ന് പാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, വെളിച്ചെണ്ണയുടെ ടേസ്റ്റും വരും, പിന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ ഇത് ഈ മാവ് ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നമ്മുടെ കൈ പൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോർമൽ വാട്ടറിൽ, അതായത് സാധാരണ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇതേപോലെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ മാവ് ചൂടാകുമ്പോൾ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അത് ഇനി അതൊരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോഴും നല്ല ചൂടാണ് മാവ്. അപ്പോൾ നമ്മൾ ഇതേപോലെ കൈ മുക്കിയിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ കൈ പൊള്ളും. പിന്നെ മാവ് നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ മാവ് അടച്ചിട്ട് വേണം മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ മാവ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് പോകും. ഇനി ഇതിന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവ് നമുക്ക് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇതേപോലെ എല്ലാ ബോൾസും നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ മാറ്റി വയ്ക്കണം കേട്ടോ മാവ് അടച്ചിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ഡ്രൈ ആയിട്ട് പോവും. ഇതൊക്കെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിതേ എല്ലാ ബോൾസും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഈ ബോൾസ് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാലും ഇതിങ്ങനെ അടച്ചു വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതും ഡ്രൈ ആയിട്ട് പോവും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി വേണ്ടത് ചെറിയ ഉള്ളി, വെളുത്തുള്ളിയാണ്. ഇപ്പോൾ ഒരു 15ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം. ഇതിട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി, ഒരു 5-6 ഇല കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് പൾസ് ചെയ്തിട്ട് എടുക്കാം.
ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇത് ചുവന്നമുളകാണ്. ഒരു 2 ചുവന്നമുളക് പകുതി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, ജീരകം കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് വഴറ്റിയെടുക്കുക. നന്നായിട്ട് അതിൻ്റെ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ടത് വഴറ്റിയെടുക്കണം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതായത് നമ്മുടെ ഉള്ളിയൊക്കെ വേഗം വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് റെഡ് ചില്ലി, അതായത് ക്രഷ്ഡ് റെഡ് ചില്ലി, നമ്മുടെ ഉണക്കമുളക് ചതച്ചതാണ്, അതിട്ട് കൊടുക്കുക 1 ടേബിൾ സ്പൂൺ. അപ്പോൾ എരിവിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് 1 കപ്പ് വെള്ളം, നമ്മളിപ്പോൾ അരിയുടെ അളവെടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഒഴിച്ചത്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വെള്ളം തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസൊക്കെ അതിലിട്ട് കൊടുക്കാം. ഈ വെള്ളത്തിൽ നമ്മൾ ഇപ്പോൾ ഈ കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി വെള്ളത്തിലിട്ട് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം കൊഴുക്കട്ട കുഴക്കണതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി വഴറ്റണതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് നമ്മൾ കയ്യിലോണ്ടൊന്നും ഇളക്കരുത്. കയ്യിലോണ്ട് ഇളക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി കൊടുക്കാനേ പാടുള്ളൂ. അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചത്. അധികം നേരം നമുക്ക് വേവിക്കേണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു 3 മിനിറ്റ് മതിയാവും. നമ്മൾ ആദ്യം അരിപ്പൊടിയൊക്കെ നമ്മൾ കുറുക്കിയെടുത്തതിൽ തന്നെ അരിപ്പൊടിയൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അധികം വേവിൻ്റെ ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് മതി. ജസ്റ്റ് വേണ്ടത് നമ്മളുടെ ആ മസാലയൊക്കെ ഒന്ന് ഈ ചെറിയ ബോൾസിൻ്റെ മുകളിലൊക്കെ ഒന്ന് പറ്റി പിടിച്ചിരിക്കണം. അത്രയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായി ആ വെള്ളമൊക്കെ വറ്റിച്ച് വലിഞ്ഞിട്ട് ഈ ബോൾസിൻ്റെ മുകളിലായിട്ട് മസാലകൾ ഒട്ടിപ്പിടിച്ചിരിക്കണം. ഇതേ ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റിപ്പോയി നന്നായിട്ട് ഓരോ ബോളിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം അവിടെ മസാല ഉള്ളിയൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കാം. അതായത് ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നാളികേരം ചിരകിയത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം നേരം ഫ്ലെയിമിൽ വെക്കേണ്ട. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയാണ് വേണ്ടു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും അത്. അപ്പം നമ്മുടെ അതേ മണിക്കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആവി പറക്കണ അടിപൊളി മണിക്കൊഴുക്കട്ട ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അഭിപ്രായം പറയണം. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇനി സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.